അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദലവി ചെർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബുകൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒറ്റപ്പാലടുത്താണ്. ഒറ്റപ്പാലടുത്ത് പിലാത്ര പറയുന്ന സ്ഥലത്താണ്. ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹബീബ് വിളിച്ചതാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ വീട് വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ അറിയോ, 2 പെൺകുട്ടികളാണ്, ആമക്കളില്ല. ചില്ലറ കച്ചവടം കൊണ്ട് ആക്രി പെറുക്കിയിട്ടും മറ്റുള്ള എന്താ കിട്ടുക ചൈനയൊക്കെ പൊളിച്ച് കുടുംബം പുലർത്തുന്ന ഒരാൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖമുള്ള ഒരാളാണ്. മരുന്ന് വാങ്ങാനും കാര്യങ്ങൾക്കുമായിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് കരയിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം അവർ എൻ്റെ മുമ്പിൽ തന്നെ വലിയൊരു കരച്ചിൽ കരഞ്ഞിക്കണ്, ഇനി കരയല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയോ, ഇവരൊന്ന് സഹായിക്കണം. ഇവരെ വീട് വിൽക്കലല്ല നമുക്ക് ആവശ്യം. എൻ്റെ ചാനൽ കാണുന്നത് ഇതിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ടാവും, അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് റംസാൻ മാസം അവസാനത്തെ 10-ലാണ്. അപ്പോൾ അവസാനത്തെ 10-ന് ഇൻഷാ അല്ലാഹ് 1,70,000 കൂലി കിട്ടുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകളെ, ചാരിറ്റി വീഡിയോ ഞാൻ ചെയ്യാറില്ല, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഇത് ചാരിറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല. ഈ സ്ഥലവും വീടും ഒന്ന് വിൽക്കണം, എൻ്റെ കടബാധ്യത നേർക്ക് തരണം പറഞ്ഞു. ബാങ്കിലെ മാനേജർ എനിക്ക് വിളിച്ചു. ഇവരുടെ അമ്പലപ്പാറ അർബൻ ബാങ്കിൽ നിന്നാണ് വിളിച്ചത്. അമ്പലപ്പാറ അർബൻ ബാങ്കിലാണ് ആധാരം കിടക്കുന്നത്. വേറെ 1-2 ബാങ്കിൽ അവരുടെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മകളെ കെട്ടിക്കാനും കടബാധ്യതയിലാണ്, അല്ലാതെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിസിൻ വെച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കുടുംബമാണിത്. അപ്പോൾ അവരെ കടം വീട്ടാൻ വേണ്ടി വന്നു. പക്ഷെ നമ്മുടെ ഉദ്ദേശം വീട് വിൽക്കലല്ല. ഈ വീട് വിൽക്കലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ അവർ വിഷമം കണ്ടപ്പോൾ മനസ്സിലായെന്നറിയോ, നമ്മളെ കൊണ്ട് കഴിയുന്നത് 100 രൂപയെങ്കിൽ 100 രൂപ, 500 ആണെങ്കിൽ 500. ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികൾ അവിടുന്ന് ഒരു 50 റിയാലോ 100 റിയാലോ അയച്ചു കഴിഞ്ഞാൽ ഇവരെ ബാധ്യത ഇവർ വാൽപ്പത്തിൽ വെക്കുന്നുണ്ട് പോരും. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാത്തിൻ്റെ വീട്ടിൽ കമ്മീഷൻ മടഞ്ഞ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത്തിരി നല്ല വീടുകളിലായിരിക്കും. കണ്ടോ, നല്ല വീട് നല്ല ഏരിയയിലാണ് നിൽക്കുന്നത്. കണ്ടോ, ബസ് റൂട്ടിൽ ആകെ 300 മീറ്ററേ ഉള്ളൂ. ഒറ്റപ്പാലം ടൗണിലേക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ പറയുന്ന വില കൊടുത്തിട്ട് കഴിഞ്ഞൊന്നും വാങ്ങാൻ പറ്റണമെങ്കിൽ വാങ്ങിക്കോളി. ₹1 എനിക്ക് കമ്മീഷൻ തരണ്ട, പ്രത്യേകിച്ച് ഇവരുടെ ഈ വീഡിയോന്. പക്ഷേ എനിക്ക് വിൽക്കാനല്ല കമ്പം നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് വിറ്റിട്ടാണെങ്കിലും കുറച്ച് കാലം അങ്ങനെ വീട്ടി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 4 സെൻറ്റ് വാങ്ങിയിട്ട് ചെറിയൊരു കൂരൊക്കെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അങ്ങനെ വാങ്ങാൻ വരുന്നവരാണെങ്കിൽ വാങ്ങിക്കോളി. ₹1 നമുക്ക് കമ്മീഷൻ വേണ്ട. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക. അത് റമദാൻ മാസം ഞാനും നിങ്ങളൊക്കെ സദക്കയും ഇതൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കുടുംബത്തിനെ എല്ലാവരും കേട്ടോ, എല്ലാവരും ഒന്ന് സഹായിക്കണം. ആരും കയ്യൊഴിയരുത്. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, സൈദലവി ചെർപ്പശ്ശേരി സൈദലവി വാഴൂർ എന്നുള്ള ഫേസ്ബുക്ക് ഐഡിയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങളെക്കൊണ്ട് ₹1 കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല എന്ന് വെച്ച് മനോവിഷമം വേണ്ട. അവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അത് നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ട് അവർ 100-200 അയച്ചു കഴിഞ്ഞാൽ അതൊരു മുതൽക്കൂട്ടാവും. പലതുള്ളി പെരുവെള്ളം പോലെ ഒരാൾ കൈകോർത്തുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കഴിച്ചിലാക്കാം. പ്രത്യേകിച്ച് റംസാൻ മാസത്തിൽ ഈ ആത്മഹത്യയുടെ വക്കുന്ന് നമുക്ക് ഇവരെ കഴിച്ചിലാക്കണം. പിന്നീട് വേറെ 1-2 കാര്യങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയില്ല. സാധാരണ ഞാൻ വീഡിയോയിൽ പറയണം അസ്സലാമ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വരുന്നില്ല. സാധാരണ പറയുന്ന പോലെ കുല്ലുക്കും അസ്സലാമ പറയാനുള്ള ഇൻട്രസ്റ്റ് വരുന്നില്ല. കാരണം ഇവരുടെ അവസ്ഥ, കാരണം അത് ഒരുപാട് കരച്ചിൽ കരഞ്ഞു. ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ വിട്ടു തരുന്നില്ല. കാരണം അത് പോസ്റ്റ് ചെയ്യണില്ല. ചാറ്റിക്കാരൊക്കെ സാധാരണ ഇവരെ കരയണ വീഡിയോ എടുത്തിട്ടും വിഷമം പറഞ്ഞിട്ടുമാണ്. അപ്പോൾ ആ വിഷമമൊക്കെ അവരിപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ മുമ്പ് തന്നെ ഒരുപാട് വിഷമം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അത് അറിയിക്കണില്ല ഞാൻ. അപ്പോൾ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ താത്താൻ്റെ ഇവരൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് വിളിച്ച് താത്ത അസുഖമുള്ള ഒരാളാണ്. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി വരേണ്ട വഴി നിങ്ങൾക്ക് നേരിട്ട് വരിക. നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ വന്നിട്ട് കൊടുത്താൽ മതിയില്ലേ. അല്ലാതെ ഞാനതും ഇതൊന്നും ഇങ്ങോട്ട് പറയാൻ തയ്യാറല്ല. നിങ്ങളിവിടെ വന്ന് കണ്ടിട്ട് ബോധ്യപ്പെടുന്നവർ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾക്ക് തോന്നുകയാണ് അവർ അർഹതയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ഈ സക്കാത്തിന് അർഹതയാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് സക്കാത്ത് കൊടുക്കുന്ന ആളാണ് ഞാനും നിങ്ങളൊക്കെ ഈ മാസത്തിൽ. അപ്പോൾ അവരുടെ ആ സക്കാത്തിൻ്റെ ഒരു വിഹിതം ഇപ്രാവശ്യത്തെ ഇവർക്ക് പോരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. മഹസ്സലാമ.